പണ്ട് കാലത്ത് റാഗിങ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രഷറായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ വിളിച്ച് നിർത്തി പാട്ട് പാടിക്കുക അല്ല ഡാൻസ് ചെയ്യിപ്പിക്കുക, അവരോട് ഒരു ഗ്രൂപ്പിൻ്റെ മുമ്പിൽ വിളിച്ച് എന്തെങ്കിലും അവരുടെ ജീവിതത്തിലുള്ള പ്രധാന ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് കുറേ നല്ല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അവർക്ക് സോഷ്യൽ ഇൻഹിബിഷൻസ് ഒക്കെ ഒന്ന് മാറി സീനിയർ ജൂനിയർ എന്നുള്ള അവർ തമ്മിലുള്ളൊരു ബോണ്ട് നന്നായിട്ട് ഫോം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറേ നല്ല ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ റാഗിങ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂരതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത്, അവർ നന്നായിട്ട് സഫർ ചെയ്യുന്ന, അവരെ വേദന അടിച്ചേൽപ്പിക്കുക, അതിലൂടെ അധികാരം സ്ഥാപിച്ചെടുക്കാനാണ് ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് റാഗിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കാരണം മറ്റൊരാളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത്, അയാളുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല ചെറുപ്പക്കാർക്ക്. നമ്മൾ ഇപ്പോഴത്തെ മീഡിയയിലൂടെയും സിനിമയിലൂടെയും കിട്ടുന്ന തെറ്റായിട്ടുള്ള മെസ്സേജുകൾ, അതായത് അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ അല്ലെങ്കിൽ വയലൻറ്റ് ബിഹേവിയർ അല്ലെങ്കിൽ ക്രൂരത, ഇത് നല്ലൊരു ഹീറോയിസമായിട്ട് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഏറ്റെടുക്കുന്നു. പിന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഡ്രഗ്സിൻ്റെ സ്വാധീനം കൊണ്ട് ഇങ്ങനെയുള്ള അഗ്രസീവായിട്ടുള്ള അല്ലെങ്കിൽ വയലൻറ്റ് ബിഹേവിയേഴ്സ് അവർ ചെയ്യാനായിട്ട് അവർ പ്രേരിപ്പിക്കുന്നു. എൻ്റെ സീനിയേഴ്സ് എന്നെ റാഗിങ് ചെയ്തായിരുന്നല്ലോ, ഞാൻ അനുഭവിച്ചതാണല്ലോ, എന്തുകൊണ്ട് എൻ്റെ ജൂനിയേഴ്സും തീർച്ചയായിട്ടും അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു തോട്ട് അവരെ നന്നായിട്ട് വീണ്ടും വീണ്ടും റാഗിങ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതിനെതിരെ ചെയ്യാൻ പറ്റുന്നത് നിയമങ്ങൾ ശക്തമാക്കുക, 0 ടോളറൻസ് ഫോർ റാഗിങ് എന്നുള്ളൊരു നിയമം കൊണ്ടുവരിക.